മാറ്റി എസ് ഇട്ടിട്ട് പുറത്തു പോകണമെങ്കിലേ അതിനൊരു അപാര ധൈര്യം തന്നെ വേണം. ധൈര്യം എന്നുള്ളതല്ല, ഒരു ഹൃദയം വേണം. ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെ എവിടെ? ഈ അടുത്തപ്പോഴാണ്. ലൈംഗിക അതിക്രമ ആരോപണം നേരിട്ട യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇപ്പോൾ പ്രതി ഷിംജിത ഇപ്പോൾ പിടിയിലായിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തുവരുന്നു. നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? രക്ഷപ്പെടും സാർ. പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യം. ജീവൻ വേണമെങ്കിൽ എല്ലാവരും ചാടിക്കോ. പാവപ്പെട്ടവും പോയി. ഒറ്റ കാര്യം, ഒരു 10 ആളുകൾ കൂടി ചേർന്നിട്ട് ഒരാളെ എതിർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ 10 ആളുകൾ പറയുന്നത് ശരിയാണ് എന്നല്ല അതിന്റെ അർത്ഥം. ഇതിങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. റോസപ്പ് പോലുള്ള കവിള എനിക്ക് കൊതിയായിട്ട് പാടില്ല. ഞാൻ എന്ന് 2 പൊട്ടിച്ചിട്ട് ഓടിയിട്ട് വരാം. എന്നെ ഒന്ന് അനുഗ്രഹിച്ചു. പൊതുവെ ആളുകളില്ലേ പലപ്പോഴും സത്യത്തിന്റെ ശരിയുടെ കൂടെ ഒന്നല്ല, കുറെ ആളുകൾ എന്താണോ പറയുന്നത് അതിന്റെ കൂടെ. റീച്ചിനും ഷെയറിനും വേണ്ടി അഹങ്കാരത്തിന്റെ പരകോളിൽ ഒരു സ്ത്രീ അടിച്ചു കെടുത്തിയതാണ്, ഒരു കുടുംബം നാനാവിധമാക്കിയതാണ്. അതൊക്കെ കഴിഞ്ഞതല്ലേ? കഴിഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ തുടങ്ങാൻ പോണല്ലോ. അല്ലെങ്കിൽ ഒച്ചത്തിൽ എന്താണോ കേൾക്കുന്നത് അതിന്റെ കൂടെയാണ്. എല്ലാവരും ഒരേ വഴി കൂടെ പോകുമ്പോ ഇത് ശരിയാണോ എന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിലേ അതിനൊരു കുറച്ച് ധൈര്യമെങ്കിലും വേണം. ജനക്കൂട്ടത്തിന്റെ കൂടെ പോവാന് വലിയ ധൈര്യമൊന്നും വേണ്ട. എന്നാ സത്യത്തിന്റെ ശരിയുടെ നീതിയുടെ ന്യായത്തിന്റെ കൂടെ ഒറ്റക്ക് നിൽക്കണമെങ്കിലേ അതിനൊരു ഹൃദയം തന്നെ വേണം. സത്യം പറഞ്ഞ കാല് മടക്കി കരണത്തിട്ട് ഒരു തൊഴി വെച്ചു കൊടുക്കാൻ തോന്നുന്നു. പോയി വരാം. ശരി. ഞാനിപ്പോ എന്തൊരവസ്ഥയിലാണ് ഉള്ളത് എന്നറിയോ? ആരെങ്കിലും എന്റെ അടുത്തേക്ക് എന്തെങ്കിലും ഒരു ആർഗ്യുമെന്റിന് വന്നു കഴിഞ്ഞാല് തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുക്കാതെ മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥയില് അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തരണം. അതായത് ഒരാളിപ്പോ എന്നോട് പറയാണ് ഇത് നട്ടുച്ചയാണ്. ഓക്കെ, ആനക്ക് പറക്കാൻ കഴിയുന്നു. ഓക്കെ എന്ന് വെച്ച് അവര് പറയുന്നത് ഞാൻ എഗ്രി ചെയ്യുന്നു എന്നല്ല അതിന്റെ അർത്ഥം. എനിക്ക് വയ്യ അവരെ കൺവിൻസ് ചെയ്യാൻ പോവാന്. ഞാൻ പഠിച്ചൊരു വലിയ പാഠമുണ്ട്. നമ്മളെ ഒരാളെ തിരുത്താൻ പോകുന്നതിനേക്കാൾ ഒക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മളെ സമാധാനം. എന്തിനാ വേറൊരാൾക്ക് വേണ്ടിട്ട് നമ്മൾ എനർജി വെറുതെ വേസ്റ്റ് ആക്കുന്നത്? ഞാനിതൊന്ന് എഴുതിയെടുത്തോട്ടെ. എന്ത്? ഇപ്പൊ ഈ പറഞ്ഞ തത്വം നമ്മൾ നമ്മളെ കാര്യം നോക്കിയിട്ട് സമാധാനമായിട്ട് പീസ്ഫുൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. നീ എവിടം വരെ പോകുമെന്ന് കാണാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്.